ക്ഷമിക്കണം. ആ ഹീലുള്ള ചെരുപ്പിട്ടിട്ട് നടക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. അയാളെ നിർബന്ധിച്ചിട്ടാ ഞാനത് ഇട്ടേ. വീണപ്പോ അയാൾ എന്നെ പിടിക്കുകയും ചെയ്തു. വീഴാൻ ഒരുങ്ങിയപ്പോ പിടിച്ചതല്ല, നീ നവീന്റെ കൂടെ കെട്ടി ഉരുണ്ട് മറിയുന്നതാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. അയാളായിട്ട് ഞാൻ എന്തിനാ കെട്ടിമറിയുന്നേ? എനിക്ക് വേറെ പണിയില്ലേ? കിട്ടിയ അവസരം നീ യൂസ് ചെയ്യായിരുന്നോടി. നിന്നെ പോലെ ഒരുത്തിക്ക് നവീനെ പോലെ ഒരാളുടെ അടുത്ത് നിക്കാൻ പോലും യോഗ്യതയുണ്ടോടി? എന്റെ വേഷം കിട്ടി നവീന്റെ അടുത്ത് നിന്നപ്പോ നിനക്ക് തോന്നിക്കാണും നീ എല്ലാം തികഞ്ഞവളാണെന്ന്, അല്ലേ? ഞാൻ പറഞ്ഞത് എന്താ മനസ്സിലാക്കാത്തെ? നീ ഇനി ഒന്നും പറയണ്ടടി. അയ്യോ, ഞാനുണ്ടല്ലോ. മോളെ എന്തേ കാണിക്കുന്നേ? ഇവിടെ ഇന്ന് ഞാൻ വിടാനാ പറഞ്ഞേ. മമ്മി, ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവസരം കിട്ടിയ ഇവളെ പോലുള്ള സ്ത്രീകളൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യും. ബിഹേവ് യുവർസെൽഫ്. എന്നെ കൊണ്ട് പറ്റില്ല. നവീൻ വിളിച്ചപ്പോ ഇവളെന്തിനാ ലോണിലേക്ക് പോയത്? തെന്നി വീണ ഇവളെന്തിനാ നവീന് നേരെ കൈ നീട്ടുന്നത്? എന്നിട്ട് അവിടെ കിടന്ന് കെട്ടിമറിയ. മമ്മി അതൊക്കെ ഒന്ന് കാണായിരുന്നു. അവിടെ നിന്നതൊക്കെ കണ്ട എന്റെ ഫീൽ എന്തായിരുന്നു അറിയോ? മോളെ എന്റെ കൂടെ ഇങ്ങോട്ട് വന്നേ. എടി, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, യു ആർ ജസ്റ്റ് എ ടൂൾ എന്ന്. എന്റെ മമ്മി വില കൊടുത്ത് വാങ്ങിയ ഒരു ഉപകരണം മാത്രം. ഇനി ഒരു വട്ടം നീ നവീന്റെ നേരെ നോക്കിയാ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. മൈൻഡ് ഇറ്റ്. മോളെ വന്നേ. കൃഷ്ണ, ഞാൻ എന്ത് ചെയ്തിട്ടാ അതിങ്ങനെ കിടന്ന് തുള്ളുന്നേ? പിന്നെ കെട്ടിപ്പിടിച്ച് ഉരുണ്ട് മറിഞ്ഞു പോലും. ഞാനെന്താ ആമ്പിള്ളേരെ കാണാതെ നടക്കാണോ? അല്ലെങ്കിൽ തന്നെ അതിന് കല്യാണം ഉറപ്പിച്ച ആളോട് എനിക്കെന്താ? താനൊന്ന് കൂളാവടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഗാഥ മാഡത്തിന്റെ കാര്യം. ഇത്ര നേരം എങ്ങനെയാ പിടിച്ചു നിന്നേന്ന് എനിക്ക് മാത്രമേ അറിയൂ. അറിയാവുന്ന ദൈവങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഇടയില ഈ ചൊറിച്ചില്. അതെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോവും. അതൊക്കെ സിത്താര മാം ഓക്കെ ആക്കിക്കോളൂ. ഇനി ഗാഥ മാഡം കൃഷ്ണയെ ഒന്നും പറയില്ല.